അങ്ങനെ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ഒരു അപേക്ഷ അയച്ചിട്ട് ഒരു ജോലിക്ക് കൊടുത്തത് അതിനുശേഷം വന്ന ഒരു കമ്പനിയിലേക്കായിരുന്നു. ആ ട്രേഡിംഗ് ഏജൻസി, ഗൾഫ് ട്രേഡിംഗ് ഏജൻസി, അതിൽ ഞാൻ അപേക്ഷ അയച്ചു. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവർ എന്നെ വിളിക്കുകയാണ് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിൽ. അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾക്കറിയും. അപ്പം എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാനും മറുപടി കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഭാഷ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്നോട് ചോദിച്ചത്, മലയാളിയാണല്ലേ, പിന്നെ ഭാഷ മലയാളത്തിലായി, മലയാളിയാണല്ലേ, വടക്കനാണല്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പ് വിചാരിച്ചു എനിക്ക് ആ ജോലി കിട്ടില്ല. കാരണം ഈ സംസാരിച്ച ആൾ തെക്ക് ഭാഗത്തുള്ള ഒരാളാണ്. അപ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ ജോലി കിട്ടി. അദ്ദേഹം അവിടെ ടൈപ്പിസ്റ്റ് കം സെക്രട്ടറി ആയിരുന്നു, ഞാനവിടെ പർച്ചേസിങ് മാനേജരും. അങ്ങനെ ഞാനവിടെ ജോലി ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാനേജർ വളരെ ഉഴപ്പുന്ന ഒരാളായിരുന്നു. റാഷിദ് അൽ ജാഫലെ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി പഞ്ചാബിയായിരുന്നു. അദ്ദേഹത്തിന് വെറും ടൂറുകളും ഇംഗ്ലണ്ടും അവിടെയൊക്കെ പോയി നടക്കലല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ അടിച്ചു തരുന്നത് ഈ വ്യക്തിയാണ്. പേര് മാത്യു, വീട് ആലപ്പുഴ ചെങ്ങന്നൂർ ഉള്ള ബുധനൂരുള്ളൊരു വ്യക്തി. അങ്ങനെ ഞാൻ വേറെയും സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവിടെ മുഹമ്മദ് ഇബ്രാഹിം അൽ മസ്റൂയി എന്ന് പറയുന്ന പയനീർസ്, ആ കമ്പനിയിലെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഏജൻറ്റിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തത്. ആ സമയത്താണ് അബുദാബിയിൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഒരുപാട് പെട്ടെന്ന് വന്നത്. ആ വർഷമായിരുന്നു അത്. ഏകദേശം ഒരു 75, 76 അല്ലെങ്കിൽ 77 ആ ഒരു ടൈമിലാണ്, 77 ഇതുകൾ വരികയാണ്. അങ്ങനെ ബിൽഡിങ്ങിൽ നന്നായിട്ട് ബിൽഡിങ്ങുകൾ വരുന്നു. സാധനം മറ്റേ ടൈൽസും സിമെൻറ്റും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കപ്പലിൽ വന്ന് ഇറക്കുന്നു. അതേപോലെ കുറേ സിമെൻറ്റുകളൊക്കെ ഈ റാസർഗമേന്ന് ബൈ റോഡായിട്ട് വരുന്നു. ഇങ്ങനെ അബുദാബി അങ്ങോട്ട് ബിൽഡിങ്ങുകൾ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ബൂം വന്ന ടൈമിലായിരുന്നു ഈ സംഭവം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഓഫീസിൽ ഈ കമ്പനിയിലത്തെ ഓണറുടെ ഒരു ഫ്രണ്ട് മുഹമ്മദ് അൽ ഗുബൈസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ വരാറുണ്ട്. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അതെനിക്ക് ഒരു വഴിത്തിരിവായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഈ മുഹമ്മദ് അൽ ഗുബൈസി എനിക്ക് ഷെഫീർ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരുപാട് നൂലാമാലകൾ കഴിഞ്ഞിട്ട് കിട്ടാൻ എളുപ്പമില്ലാത്ത ഒരു എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ലൈസൻസ് പുള്ളി എടുത്തുകൊണ്ട് വന്നു, ഒരു ഓഫീസും ഇല്ലാതെ. അത്രയ്ക്കും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് എല്ലാം കൂടെ ഒരു ജനറൽ മാനേജർ ചാർജ് എടുത്തു. അദ്ദേഹം അമേരിക്കൻ പൗരത്വമുള്ളവനാണെന്ന് പറയുന്നു, ഇറാഖിയാണ്, അമേരിക്കൻ പൗരത്വമുണ്ടെന്ന് പറയുന്നു. ഒസാമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എല്ലാവരുടെ പാസ്പോർട്ടും അവിടെ ഓഫീസിൽ വേണം. അപ്പോൾ അതുവരെ എൻ്റെ ജീവിതത്തിൽ അതിന് മുൻപാവട്ടെ അതിന് ശേഷമാവട്ടെ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലല്ലാതെ അവിടെ കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി വേണ്ട, ഞാൻ പോവാം, ഞാൻ ഏതായാലും നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോയിട്ട് മടങ്ങി വാ. ഞാൻ പറഞ്ഞു, പോയിട്ട് മടങ്ങി വരുമെന്ന് ഞാൻ ആലോചിക്കാം. അപ്പോൾ ഞാൻ അവിടുത്തെ ഒഫീഷ്യലി ഞാൻ അവിടുത്തെ സ്റ്റാഫല്ല. അപ്പോൾ ലേബർ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല, അവർക്കൊന്നും എനിക്ക് തരേണ്ടതില്ല. പോകണമെന്ന് പറഞ്ഞാൽ പോകാം. എന്നിട്ട് പോലും 6 മാസം ഞാൻ അവിടെ ജോലി ചെയ്തതിന് എനിക്ക് അരമാസത്തെ ശമ്പളം അവർ ബോണസായിട്ട് തന്നു. അതൊരു ചൂണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ഉണ്ടെങ്കിലും തിരിച്ചവിടെ വരാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും നാട്ടിലേക്ക് വന്നു. നാട്ടിൽ നിന്നും വീണ്ടും തിരിച്ച് അവിടെ വന്ന് ഞാൻ അന്നത്തെ അബുദാബി എയർപോർട്ട്, ഇപ്പോഴുള്ള അബുദാബി എയർപോർട്ടല്ല, അന്നുണ്ടായത് അബുദാബി എയർപോർട്ടിൻ്റെ സ്ഥലം മുത്തീൻ എയർപോർട്ട് എന്നാണ് പറയുക. ഇപ്പോൾ ഉള്ളത് നാദിയ, തുറസായ സ്ഥലത്ത് നാദിയ എന്ന സ്ഥലത്തിന് പേര് കൊടുത്തതാണ്. നാദിയ എന്ന് പറഞ്ഞാൽ NADIA
ന്യൂ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് നാദിയ എന്ന് പേര് കൊടുത്താണ്. അങ്ങനെ ഈ പഴയ എയർപോർട്ടിൽ എന്നെ കൊണ്ടുപോകാൻ വന്നത് വണ്ടിയിൽ വന്നത്, വണ്ടി എന്ന് പറയുന്നത് സാധാരണ പിക്കപ്പ് പോലെയുള്ള വണ്ടി എന്ന് വെച്ചോ, ചെറിയൊരു പിക്കപ്പ് പോലെയുള്ള വണ്ടി, അത് ഓടിച്ച് വന്നത് യൂസഫ് അലി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് പറഞ്ഞൊരു വാചകം ഇതായിരുന്നു: ഷറഫുക്ക, ഇവിടെ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു, സ്പോൺസറുടെ കൂടെ ജോലി ചെയ്യണം. അതിനൊരു പൊതുമാപ്പ് കൊടുത്തിരിക്കുന്നു 3 മാസത്തേക്ക്. ആ 3 മാസത്തിനുള്ളിൽ പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ഇന്ത്യൻ എംബസി പാസ്പോർട്ട് കൊടുക്കുന്നു. അതേപോലെ എല്ലാ രേഖകളും ക്ലിയറാക്കുന്നു. റിലീസ് കിട്ടാത്തവർക്ക് റിലീസ് കൊടുക്കുന്നു. എവിടെയാണോ ജോലി ആ ജോലി അതേ ജോലി ചെയ്യണം. അങ്ങനെ നിയമം ഭയങ്കര കർശനമായിട്ട് UAE-യിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. അത്രയും സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ പരിചയപ്രകാരം എനിക്ക് എവിടെയും ജോലി കിട്ടും. കാരണം പ്രത്യേകിച്ച് അറബി എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. പിന്നെ അതേപോലെ അബുദാബിയുടെ എല്ലാ മുക്കും മൂലയും ഞാൻ മനസ്സിലാക്കി. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന വലിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു സംഭവം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ട് ഒന്നുകിൽ അവരെന്നെ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോയൻട്രി അടിച്ച് നാട്ടിൽ പോകേണ്ടി വരും. പിന്നെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന, അതായത് ഞാൻ തന്നെ സ്പോൺസറായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ ആളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാനൊന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി: ഒരു ടാക്സി എടുക്കുക. അപ്പോൾ ഈ ടാക്സി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയമമുണ്ട്. അബുദാബി പൗരൻ്റെ പേരിലേ ടാക്സി കിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ നമ്മളാണെങ്കിലും അവരുടെ പേരിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവൻ്റെ അന്നൊന്നും ലാൻഡ് ഫോൺ പോലും വളരെ കുറവാണെന്നുള്ളത് അറിയാമല്ലോ. ഈ അറബിയുടെ വീട്ടിൽ പോലും ലാൻഡ് ഫോൺ ഇല്ല. മുഷ്രിഫിലാണ് താമസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മുഹമ്മദ് അൽ ഗുബൈസി. ഞാൻ അവൻ്റെ വീടൊക്കെ അന്വേഷിച്ച് നടന്ന് പലരോടും ചോദിച്ച് ആർക്കും അറിയില്ല. കാരണം 10-22 വയസ്സ് പ്രായമുള്ളൂ. അവൻ്റെ വീട് എവിടെ നിന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അന്വേഷിച്ച ഒടുവിൽ കിട്ടി. അവൻ ലണ്ടനിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ വരുന്നു. അങ്ങനെ ഏകദേശം കുറേ തീവ്രമായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവനെ കിട്ടി. അവനോട് പറഞ്ഞു വാങ്ങിച്ചോ, അവന് സന്തോഷമാണ്, അവന് വിരോധമൊന്നുമില്ല, അങ്ങനത്തെ ആളല്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് 4.5 കൊല്ലം ഞാൻ ജോലി ചെയ്തു. അധികവും അബുദാബിയുടെ ഉള്ളിലല്ല ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അബുദാബി ടു ദുബായ് ഓർ ഷാർജ, അബുദാബി ടു ദുബായ് ഷാർജ ആയിട്ടുള്ള ആ നോർത്തേൺ എമിറേറ്റ്സിലേക്കുള്ള ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഇതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് അവിടെ അബുദാബി ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഇൻ്റർ സ്റ്റേറ്റ് ടാക്സി സ്റ്റേഷൻ. അവിടെ ചെറിയൊരു ക്യാബിൻ്റെ ഉള്ളിൽ ഒരു പോലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ടൈമുണ്ട്. കാലത്ത് ഇത്ര മുതൽ ഇത്ര വരെ ജാം എന്നാണ് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഈ ജാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലൈൻ ഇടുകയല്ല. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ ലൈൻ ഇടുന്ന പോലെ ലൈനല്ല. അവിടെ ചെന്നിട്ട് നമ്പർ എഴുതിയാണ് നമ്മൾ. നമ്പർ എഴുതിയാൽ നമുക്ക് പോകാം. അത് കഴിഞ്ഞ് ആ നമ്മൾ എഴുതിയ നമ്പറിൻ്റെ ശേഷത്തെ ആൾ വന്നെങ്ങാനും കയറ്റി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വീണ്ടും നമ്പർ എഴുതാം. ഇങ്ങനൊരു സിസ്റ്റമാണ് അവിടുത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അറബി എഴുതാനും വായിക്കാനും അറിയാവുന്നത് കൊണ്ടും എന്തോ എന്നെ ക്യാബിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് പോലീസുകാരുടെ പണി എന്നെ കൂടി ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വ്യാഴവും വെള്ളിയുമാണ് കൂടുതൽ റഷ് ഉണ്ടാവുക, ട്രാഫിക് ഉണ്ടാവുക, ആൾക്കാർ പോകുന്നത് വരുന്നതൊക്കെ. ആ സമയത്ത് ഒരു പാസ് ഫ്രീ തരും എനിക്കൊരു. അതായത് ലൈനിലിടാതെയും നമ്പർ എഴുതാതെയും ഒന്നും വേണ്ട, ഒരെണ്ണം കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ ഞാൻ 4.5 വർഷം അവിടെ ജോലി ചെയ്തു. ഒരുപാട് ആക്സിഡൻറ്റുകളിൽ നടന്നതും കണ്ടു, നടന്ന് ആക്സിഡൻറ്റുകൾ കണ്ടു. ഒരുപാട് ആക്സിഡൻറ്റുകൾ ഞാൻ കണ്ടു. ഡെഡ് ബോഡികൾ ഒരുപാട് കണ്ടു. വണ്ടികൾ ആക്സിഡൻറ്റിൽ കണ്ടു. ഒട്ടകത്തും അടിച്ചിട്ടുള്ളത് കണ്ടു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 4.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നു. അതിനിടയിൽ ഭാര്യയും മക്കൾക്ക് നാട്ടിൽ അവിടെ വരുന്നു പോകുന്നു. ഇങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു എൻ്റെ ടാക്സി ലൈഫും. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ജീവിതം സമ്മാനിച്ചിട്ടുണ്ട്.